എല്ലാ പ്രേക്ഷകർക്കും GTVയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അപൂർവ കലാകാരിയെയാണ്. നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പോലും അതിനെ തരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അതിനെ എല്ലാം സരസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് സന്ധ്യ എന്നാണ് പേര്. സന്ധ്യയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. സന്ധ്യയുടെ കലാജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. സന്ധ്യയുടെ വീട്ടിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ. സന്ധ്യ വളരെ പ്രസന്നമായിട്ട് കാണുന്ന സന്ധ്യ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് എന്തോ ജീവിതത്തിൽ ഒരു വളരെ സന്തോഷമുള്ളൊരു നിമിഷം ഉണ്ടായി? സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു സന്ധ്യ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ നിമിഷം? അത് മോഹൻലാൽ സാറിനെ കാണാൻ പറ്റിയതായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. വരച്ചു വെച്ചതിന് ശേഷം സാറിൻ്റെ ചിത്രം വരച്ചിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു നേരിട്ട് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ സാർ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ വന്നപ്പം കാണാമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചില്ല സാറിനെ പോലെ ഒരു വലിയൊരാളെ നേരിട്ട് കാണാൻ പറ്റിയത്, കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ ഞാൻ വരച്ചത് കൂടാതെ തന്നെ വേറെ ഒരെണ്ണം കൂടി വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഫ്രെയിം ചെയ്ത് ഏതെങ്കിലും ഒന്ന് സാറിന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പം പെട്ടെന്ന് വരച്ചെടുത്ത് സാറിന് കൊടുത്ത് സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ സന്തോഷങ്ങൾ. സന്ധ്യ, ലാലേട്ടനെ കണ്ടതിന് ശേഷമുള്ള സന്ധ്യയുടെ അനുഭവം എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം സന്ധ്യയെ സമീപിക്കുന്നത്? ലാലേട്ടനെ കണ്ടതിന് ശേഷം ഞാൻ വലിയ ഹാപ്പിയാണ്. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു കഴിവ് ആ സാറിന് മുമ്പിൽ ഒന്ന് കാണിക്കണം. അതുപോലെ സാറിൻ്റെ ഒരു ചിത്രം വരച്ച് ഇതുപോലെ നടന്മാർക്ക് കൊടുക്കണം, പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൊടുത്തതാണ്. പക്ഷേ എല്ലാവരും ഇല്ല, ചിലരുടെയെങ്കിലും ഒരു ആര് കണ്ടിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും തന്നോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല. എനിക്ക് സാറിൻ്റെ അഭിനയങ്ങളും സാറിൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ കണ്ട് വരച്ച് സാറിന് നേരിട്ട് കൊടുക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് കണ്ടത്. അതിനപ്പുറം ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, അത് പക്ഷേ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര സംശയമാണ്. എന്തോ അങ്ങനെ ഒരു ഇത് ഉണ്ട്, എന്തോ വേറെ ഒരുപാട് എന്തോ തന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ ആൾക്കാർ, നാട്ടുകാരുടെ ഒരു എല്ലാവരെയും പറയുന്നതല്ല, ചിലവരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സന്ധ്യയുടെ ചിത്രമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ്, നമുക്ക് ഇനിയും കാണാം. ഈ ചിത്രം വരെ അല്ലാതെ മറ്റെന്തൊക്കെ കഴിവുകളാണ് സന്ധ്യയ്ക്കുള്ളത്? ചിത്രം വരെ തന്നെയാണ് കൂടുതലായിട്ടും. അതിൽ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, എംബ്രോയ്ഡറി വർക്ക്, ഫാബ്രിക് പെയിൻറ്റിങ്, ബോട്ടിൽ ആർട്ട്, അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഇതൊക്കെ ഞാൻ ബോട്ടിൽ ആർട്ട് 2-3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരച്ചതും 2-3 എക്സിബിഷനും അല്ലാതെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഡെയിലി സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബോട്ടിൽ ആർട്ട് ഇപ്പോൾ അധികം ചെയ്യുന്നില്ല. ഓക്കെ. സന്ധ്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. എന്താ ചാനലിൻ്റെ പേര്? ചാനലിൻ്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തിൽ കൂടുതലായി. 1.5 വർഷം ആയതേ ഉള്ളൂ. അപ്പം ഒരുപാട് പേര് കാണുന്നുണ്ട്, എങ്കിലും നമുക്ക് വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്. എങ്കിലും ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് നേരിട്ട് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് ഇപ്പം വിളിക്കുന്നത്. അവരുടെ സന്തോഷം, അവരെ നമ്മുടെ വീഡിയോ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേരാണ്. അപ്പം നിങ്ങളും കാണണം, നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. വീട്ടിലെങ്ങനെയാണ് സന്ധ്യക്ക് കിട്ടുന്ന സപ്പോർട്ടൊക്കെ? വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടിൽ അവരുടെ ഒരാളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ പഠിക്കാൻ പോകാൻ പറ്റുന്നതും ഡ്രോയിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നതൊക്കെ. അപ്പം ഒരാൾ മെനക്കെട്ട് നിന്നാലേ ഇതെല്ലാം കൊണ്ടാക്കി തരാനും തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനൊക്കെ പാട് തന്നെയാണ്. അപ്പം വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഏത് ക്ലാസ് മുതലാണ് സന്ധ്യ വരയൊക്കെ തുടങ്ങിയത്? വലിയൊരു ചിത്രകാരിയായി ഇപ്പം അറിയപ്പെടുന്നുണ്ട് അല്ലേ, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. അതുപോലെ ഈ പ്രദേശത്ത് എല്ലാം വളരെ നല്ലൊരു ചിത്രകാരിയായിട്ടാണ് സന്ധ്യ അറിയപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ചിത്രം വരയിലോട്ട് തുടങ്ങുന്നത്? ചിത്രം വര ആദ്യം തൊട്ടേ ഇങ്ങനെ എല്ലാവരെ പോലെ പുറത്തൊന്നും ഒരുപാട് സമയമൊന്നും ആരെയായിട്ട് കളിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം ഇങ്ങനെ പെൻസിലൊക്കെ പിടിക്കുമായിരുന്നു ചെറുതിൽ. ഒരു 4 വയസ്സ് തൊട്ട്
പഠിക്കാൻ പോയി തുടങ്ങി. അപ്പം ചെറിയ രീതിയിൽ പെൻസിൽ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്തോ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പം ഇത്തിരിയും കൂടി അത്യാവശ്യം നല്ലപോലെ വരയ്ക്കാൻ തുടങ്ങി. എങ്കിലും അത്ര ഒരു ഇതായിട്ടില്ല. അപ്പം വരയ്ക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു 5ാം ക്ലാസ്സൊക്കെ ആയപ്പം അച്ഛനും അമ്മയും പറഞ്ഞ് വരയ്ക്കുന്നത് കണ്ടിട്ട് പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാം, പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി NK സുനു എന്ന് പറഞ്ഞ കോളം NK സുനു എന്ന് പറഞ്ഞൊരു സാറിൻ്റെ വീട്ടിൽ പോയി സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറിന് ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം 5 വർഷമായി 5ാം ക്ലാസ്സിൽ പോയി. പിന്നെ കൊറോണ ടൈമൊക്കെ ആയപ്പം പോകാൻ പറ്റിയില്ല. ബാക്കി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ ക്ലാസ്. സാറ് തന്നെയാണ് ഈ ഫേസൊക്കെ വരയ്ക്കാൻ തന്നെ ഇത്രത്തോളം ആക്കി തന്നത്. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോൾ +1 മണക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. സന്ധ്യ ഇപ്പോൾ ലാലേട്ടനെയൊക്കെ കണ്ടല്ലേ, അതുപോലെ മറ്റാരെയാണ് കാണാൻ ഇനി ആഗ്രഹിക്കുന്നത്? ഇനി കാണാൻ ആഗ്രഹിക്കുന്ന യൂസഫ് അലി സാറിന്റെ ഒരു ചിത്രം കൂടി വരച്ച് സാറിനെ നേരിട്ട് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പോഴത്തെ അടുത്ത് വരയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹം. ഇനി അത് കഴിഞ്ഞ് വേറെ പറ്റുന്ന പോലെ ഓരോരുത്തരെ വരയ്ക്കണമെന്നാണ് ആഗ്രഹം. ഓക്കെ ഓക്കെ. ഏറ്റവും വലിയ ആഗ്രഹം എന്താ സന്ധ്യയുടെ? ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പഠിച്ച് വലിയൊരാളാവണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ തന്നെ ഒരു ജോലിയൊക്കെ വേണം. അതിൻ്റെ കൂടെ തന്നെ ഈ വര മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്രയും കൂടി അറിയപ്പെടുന്ന ഒരു ചിത്രകാരി ആവണമെന്നാണ് ആഗ്രഹം. സന്ധ്യയെ പോലത്തെ ഒരുപാട് നല്ല കലാകാരുണ്ട് അല്ലേ? അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ സന്ധ്യക്ക് എന്താ പറയാനുള്ളത്? അവരോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കുറവുകൾ, അയ്യോ നമുക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലായിട്ട് ഇരിക്കരുത്. കാരണം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അയ്യോ ഇങ്ങനെ ആയിപ്പോയി, എന്താണ് ഇങ്ങനെ എല്ലാ കുട്ടികളും സാധാരണ ഒരു രീതിയിലല്ലേ, അപ്പം ഞാൻ മാത്രമാണ് എന്താ ഇങ്ങനെയെന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മ വെച്ച സമയം ഒരു ഇതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി. അമ്മ കൊണ്ടുപോകും. നമ്മുടെയൊക്കെ തന്നെ ഭിന്നശേഷിക്കാരുടെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഈ ഒരുപാട് സംഘടനകൾ, സക്ഷമ, സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്, അങ്ങനെയുള്ളിടത്തൊക്കെ പോയപ്പം ഞാൻ കണ്ടത് എന്നെക്കാളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണാൻ തുടങ്ങി. ഓട്ടിസം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സെയ്യോ എനിക്കിങ്ങനെ ഒന്നും ഒരു കുഴപ്പമുള്ളതല്ല. ഇത് പുറമേ കാണുന്നവരുടെ കണ്ണിലായിരിക്കും നമുക്കൊരു 2 കൈയും ഇല്ല 2 കാലില്ല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കുറവുകൾ നമ്മൾ നോക്കാതെ പറ്റുന്ന പോലെ ആൾക്കാരെന്ത് വിചാരിക്കുന്നതെന്നും വിചാരിക്കാതെ പറ്റുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ ഒരുപാട് പേർക്ക് മുൻപിൽ കാണിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ ആൾക്കാർ എന്ത് പറയും, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹം നമുക്കറിയാമല്ലോ, അയ്യോ എന്ത് പറയും എന്നൊരു, ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാർ പല ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ട് അവരുടെ ഈ മോളിങ്ങനെ ഇനിയും മുന്നോട്ട് വരണം, ഇതുപോലുള്ള കാണുമ്പോൾ അത്രയും ഒരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിജയം. എൻ്റെ വിജയം അതൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്നേ പറയാനുള്ളൂ, നമ്മുടെ കുറവുകൾ പറയുന്നവർ പറയട്ടെ, സഹതാപം കൂറാനും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് വരെ ഉള്ളൂ. ആ സപ്പോർട്ട് ചെയ്യുന്നവർ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ അതേ നമ്മുടെ കൂടെ സന്ധ്യയുടെ അനിയത്തി ഉണ്ട്, അതുപോലെ സന്ധ്യയുടെ ചേച്ചി ഉണ്ട്. ചേച്ചി മോളുടെ ചെറിയ പ്രായം മുതലേ ചേച്ചിക്ക് അറിയാവുന്നുള്ളതല്ലേ സന്ധ്യയെ? അപ്പം സന്ധ്യയുടെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ടും അതുപോലെ വീട് നമ്മളിവിടെ വന്നപ്പോൾ വളരെ ദയനീയമായിട്ടാണ് വീട് കണ്ടത്, വീടിരിക്കുന്നത്, അതുപോലെ ചോർന്നൊലിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു. സന്ധ്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തത് ഞാനാണ്. കാരണം ഞാൻ ഒരു ദിവസം ബൈ ചാൻസിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഫയൽ നിറച്ച് വരച്ച ചിത്രങ്ങൾ കണ്ടു. അപ്പോൾ ഇത്രയും തൊട്ടടുത്തായിരുന്നിട്ട് പോലും ഇങ്ങനെ വരയ്ക്കുന്ന ഒരു കുട്ടിയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അന്ന് കണ്ടപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നൊക്കെ അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ സമ്മതം പറഞ്ഞു, അങ്ങനെ തുടങ്ങി. നമുക്കത് വലിയൊരു വിജയമായി മാറിയിട്ടുണ്ട്. അപ്പം സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. ഇത് സാമ്പത്തികമായിട്ടായിരുന്നാലും അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയാണ്. സന്ധ്യയുടെ അമ്മയുടെ ഒരു വരുമാനത്തിലാണ് കുടുംബം തന്നെ കഴിഞ്ഞു പോകുന്നത്. അച്ഛന് കൂലിപ്പണിയാണ്, അച്ഛന് ജോലിയൊക്കെ തന്നെ കുറവാണ്. എങ്കിലും ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സന്ധ്യയുടെ അമ്മ സന്ധ്യ എത്രത്തോളം നല്ല രീതിയിൽ അവളെ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം സന്ധ്യയുടെ അമ്മ ചെയ്യുന്നുണ്ട്. അവൾക്കും അവളെ അമ്മയാണ് എല്ലാവരെക്കാളും കൂടുതൽ ഇഷ്ടം. കാരണം അവളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അമ്മയാണ്. അപ്പോൾ അവളുടെ ഏക ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്മയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് അവൾക്ക് നല്ല രീതിയിൽ അറിയാം.
അമ്മയുടെ കഷ്ടപ്പാട് എത്രത്തോളാണെന്ന്. അപ്പോൾ അമ്മയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചാനൽ പോലും തുടങ്ങിയത്. അപ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് അമ്മയ്ക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഈ പ്രായം കുറവാണെങ്കിലും നല്ല മെച്യൂരിറ്റിയോടെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല സംസാരത്തിലായിരുന്നാലും അറിയാൻ പറ്റും. കാരണം ഒരേ ഇരിപ്പിൽ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും എല്ലാം അവൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്, പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. ഇടയ്ക്കിപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് സന്ധ്യ കൂടുതലായിട്ട് ഇപ്പോൾ പുറത്തോട്ട് പോലും പോകുന്നത്. അല്ലെങ്കിൽ ഒരു റൂമിൽ അങ്ങനെ അടഞ്ഞൊരവസ്ഥ. പക്ഷേ ആരടുത്തും ഒരു ബാത്റൂമിൽ പോണ കാര്യത്തിലായാലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അമ്മ ചെയ്തു കൊടുക്കുമ്പോൾ അമ്മയും അമ്മാമ്മയും ചെയ്തു കൊടുക്കണം. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ പോലും നമുക്കത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പോണ്ട ചേച്ചി, എനിക്ക് കുഴപ്പമില്ല. പ്രായം കുറഞ്ഞതാണെങ്കിൽ നല്ല രീതിയിൽ മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയാണ്. അവൾ ഇനിയും ഉയരങ്ങളിൽ എത്തണമെന്നാണ് എൻ്റെയും ആഗ്രഹം. നമ്മുടെ പ്രാർത്ഥന അത് തന്നെ. ഇനി എന്തായാലും സന്ധ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം യൂസഫ് അലി സാറിന് സന്ധ്യ വരച്ച ചിത്രം കൊടുക്കുക എന്നുള്ളതാണ്. അതെന്തായാലും വേഗം തന്നെ സാധ്യമാകട്ടെ. യൂസഫ് അലി സാറ് ഈ വാർത്ത കാണട്ടെ. സന്ധ്യയുടെ ആഗ്രഹം അതുപോലെ സാഫല്യമാകട്ടെ എന്ന് ഞങ്ങൾ GTV ആഗ്രഹിക്കുകയാണ്.